ഫ്ലിന്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇന്നലെ പ്രഖ്യാപിച്ച പത്മ അവാർഡുകളിൽ ഒന്ന് സഖാവ് വി എസ് അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി നൽകിയതാണ് പത്മവിഭൂഷൺ. വാസ്തവത്തിൽ ഇവിടുത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും മറ്റുള്ളവരെല്ലാം ഞെട്ടിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റിയോ മറ്റോ വെച്ചിട്ട് കൊടുത്തതെന്നല്ല, അതിൽ രാഷ്ട്രീയമുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നരേന്ദ്രമോദി സർക്കാർ കേരളത്തിലെ ഏറ്റവും വലിയ വിപ്ലവകാരിക്ക് ഈ ബഹുമതി നൽകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയം ഉണ്ടാവുമല്ലോ. വെറും രാഷ്ട്രീയമില്ലാതെ, ഇതെല്ലാം രാഷ്ട്രീയമാണ് നമുക്കറിയാം. രാഷ്ട്രീയവും വ്യക്തി താല്പര്യങ്ങളും സാമുദായിക താല്പര്യങ്ങളും മത താല്പര്യങ്ങളും ഭരണപരമായ താല്പര്യങ്ങളും എല്ലാം തന്നെയാണ് പത്മശ്രീയും പത്മവിഭൂഷണും പത്മഭൂഷണും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് കോൺഗ്രസ് ഗവൺമെൻറ് കാലത്തായാലും BJP ഗവൺമെൻറ് കാലത്തായാലും അങ്ങനെ തന്നെയാണ്. നേരത്തെ പലരും അത് നിഷേധിച്ചിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരായ പല നേതാക്കളും നിഷേധിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ശ്രീ EP അനിൽ പറയും. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു ശ്രീ EP അനിലും ഞാനും ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ അഭിപ്രായങ്ങൾ ഒന്ന് പരസ്പരം താരതമ്യപ്പെടുത്തി പരിശോധിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് പത്മഭൂഷണോ പത്മശ്രീയോ കൊടുത്തുകൂടാ എന്ന് ഉള്ളൊരു പക്ഷക്കാരനല്ല ഞാൻ. കാരണം കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യക്കാരാണ്, റഷ്യയിൽ നിന്ന് വന്നവരല്ല, ചൈനയിൽ നിന്നും വന്നവരല്ല, അവർ ഭാരതീയരാണ്. ഭാരതീയ ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ് നൽകുന്ന ഒരു അവാർഡാണ്, പരമോന്നത ബഹുമതിയാണ്. അത് ഇന്ത്യയിലെ പൗരന്മാർക്ക് അവർ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നതായാലും അവരുടെ പൊതുജന സേവനത്തെ കണക്കിലെടുത്തുകൊണ്ടും അവരുടെ സമൂഹത്തിന് നൽകുന്ന സംഭാവനകളെ കണക്കിലെടുത്തുകൊണ്ടും നൽകുന്നതാണ്. അത് തീർച്ചയായിട്ടും സ്വീകരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ അവാർഡ് നിഷേധിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ 100% തർക്കമില്ല. കാരണം VS അതായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ കുടുംബം അത് സ്വീകരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ VA അരുൺകുമാർ ആ ഇംഗിതം അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ശ്രീ EP അനിൽ, പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പലരും ഇത് അവർ പറഞ്ഞ ന്യായീകരണങ്ങൾ എന്തൊക്കെയാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശ്രീ VS അച്യുതാനന്ദൻ ഇങ്ങനെ ഒരു അംഗീകാരം BJP സർക്കാർ കൊടുക്കുമ്പോൾ അതിന് പിന്നിൽ വളരെ രാഷ്ട്രീയമുണ്ടെന്നു. അതുതന്നെയാണ് എൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം. സ്റ്റേറ്റ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും സ്റ്റേറ്റാണെന്ന് പറയുമ്പോഴും അതിൽ ഭരണം നിയന്ത്രിക്കുന്നവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അവർ നടത്തുന്ന ഒരു ചതുരംഗ കളി എന്ന രീതിയിലേക്ക് ഇത് മാറാറുണ്ട്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടായിരിക്കാം കോൺഗ്രസ് ഭരണത്തിലുള്ളപ്പോഴും ഇപ്പോൾ BJP ഭരണത്തിലുള്ളപ്പോഴും ഇങ്ങനെ ഒരു ചർച്ച ഉയർന്നു വരുന്നത്? മറ്റേതെങ്കിലും ഒരു പാർട്ടിക്ക് ഇത് കൊടുത്താൽ ഇങ്ങനൊരു ചർച്ച ഉയർന്നു വരില്ല. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം, കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യക്കാരാണ്, ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ടാണ് അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. എന്നാൽ ഈ ഭരണഘടനയും ഈ തിരഞ്ഞെടുപ്പും ഒക്കെ ഇന്ത്യയിലെ ജനങ്ങളുടെ വളരെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത്ര തൃപ്തികരമായ അന്തരീക്ഷം ഉണ്ടാക്കുകയില്ല. ഒരു മിനിമം സൗകര്യങ്ങളും മുന്നേറ്റങ്ങളും ഇത് സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് ഈ വ്യവസ്ഥിതിയുടെ സംരക്ഷകരോ ഇല്ലെങ്കിൽ ഈ വ്യവസ്ഥിതിയെ ന്യായീകരിക്കുന്നവരോ ആയ ആളുകൾക്ക് സ്റ്റേറ്റ് കൊടുക്കുന്ന, ഭരണകൂടം കൊടുക്കുന്ന ഇത്തരം അവാർഡുകൾ, അംഗീകാരങ്ങൾ ഈ സ്റ്റേറ്റിനെ, ഈ ഭരണകൂടത്തെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അംഗീകാരമായി ചുരുങ്ങിക്കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നോക്കൂ, ഭാരതരത്നം കൊടുക്കാൻ തീരുമാനിച്ചു, EMS കൊടുക്കാൻ തീരുമാനിച്ചു. ഭാരതരത്നം EMS കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ EMS പറഞ്ഞ കാര്യം എന്താണ്? ഇത് ഞാൻ സ്വീകരിക്കുന്നില്ല. അത് സ്വീകരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ സ്റ്റേറ്റിനോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് നമ്മൾ എടുക്കേണ്ടതില്ല. മറിച്ച് ആർക്കാണ് ഭാരതരത്നം കൊടുക്കുന്നത്? ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ നിലവിലുള്ള സമീപനങ്ങളോട് 100% യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഭരണഘടനയെ അവർ അംഗീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഭാരതരത്നം EMS-നല്ലല്ലോ, ഭാരതരത്നം ജ്യോതിബസുവിനാണ്. അത് അദ്ദേഹം നിഷേധിച്ചു. EMS-ന് ഈ പത്മവിഭൂഷൺ പിന്നെ മുഖ്യമന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യക്ക് അംഗീകാരം വന്നു, നിഷേധിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിൻ്റെ അവാർഡ് സ്വീകരിക്കപ്പെട്ടാൽ, നമ്മൾ പറയാറുണ്ടല്ലോ നോബൽ സമ്മാനം ഗാന്ധിജിക്ക് കിട്ടുമായിരുന്നെങ്കിൽ പക്ഷേ അദ്ദേഹം നിഷേധിക്കുമായിരുന്നു എന്ന് പറയുന്ന പോലെ, അങ്ങനെ വാങ്ങുമ്പോൾ നിലവിലുള്ള സ്റ്റേറ്റിൻ്റെ
ഒരു 100% പ്രിയപ്പെട്ട ഒരാളായി മാറാൻ കമ്മ്യൂണിസ്റ്റുകളെ അവരുടെ വർഗ താല്പര്യങ്ങൾ അല്ലെങ്കിൽ വർഗപരമായ രാഷ്ട്രീയം ഒന്നും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ആണ് EMSനെ പോലുള്ള ആളുകൾ ഒരേ സമയം ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ശരി തന്നെ, ഞാൻ പറയട്ടെ, ഇത് ശരി തന്നെ താങ്കൾ പറയുന്നത്. അത് വർഗപരമായ താല്പര്യങ്ങളും അത് വെച്ചിട്ട് ഉള്ളതാണ്. ഇപ്പം KK ശൈലജയ്ക്ക് മക്സസെ അവാർഡ് അനൗൺസ് ചെയ്തപ്പോഴത്തേക്ക് മക്സസെ അവാർഡ് സ്വീകരിക്കാൻ തയ്യാറായില്ല. അവർ സ്വീകരിക്കാൻ തയ്യാറായില്ലെന്ന് പറയാൻ പറ്റില്ല, അവർ അതിനകത്ത് ഒന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷേ പാർട്ടി അത് വേണ്ടാന്ന് പറഞ്ഞു, അങ്ങനെ അത് സ്വീകരിച്ചില്ല. അതിന് കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ മക്സസെ എന്ന് പറയുന്ന ഫിലിപ്പീൻസിലെ കമ്മ്യൂണിസ്റ്റ് വിരോധിയായിട്ടുള്ള, കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നൊടുക്കിയിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് സ്വീകരിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയില്ല എന്നുള്ള ഒരു താല്പര്യം വെച്ചിട്ടാണ്. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ ഇന്ത്യൻ ഗവൺമെൻറ് നൽകുന്നത്, ഇന്ത്യൻ ഗവൺമെൻറ്, ഇന്ത്യൻ ഭരണകൂടം എന്ന് പറയുന്നത് അംഗീകരിക്കാതെ ഒരു ഇന്ത്യയിൽ ഒരാർക്കെങ്കിലും കഴിയാൻ പറ്റുമോ? അത് ഏതായിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഇനി വരാൻ പോകുന്നവരുണ്ട്. ഇനി ഇടതുപക്ഷം തന്നെ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരികയാണെന്ന് വെച്ചോളൂ. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമ്പോൾ അവർ ഭരണത്തിന്റെ ഭാഗമായി മാറുകയാണ്, ഭരണവ്യവസ്ഥയുടെ ഭാഗമായി മാറും. ഭരണവ്യവസ്ഥയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ അവര് ഈ പത്മ അവാർഡ് വേണ്ടെന്ന് അവർ പറയുമോ? അതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും ഇവർ അധികാരത്തിന്റെ ഭാഗമാകുമ്പോഴും അവർ പറയുന്ന അടിസ്ഥാനപരമായ പ്രശ്നമുണ്ട്. നിലവിലുള്ള അവസ്ഥയിൽ ഇന്ത്യയുടെ അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്വകാര്യ സ്വത്ത് ഇല്ലാതാക്കലല്ല, മറിച്ച് സ്വകാര്യ സ്വത്തിൻ്റെ ജനാധിപത്യപരമായ വിതരണം, എല്ലാവർക്കും തൊഴിൽ, ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ അവർ പറയുന്ന തിരഞ്ഞെടുപ്പിൽ ഞാൻ വോട്ട് ചെയ്താൽ മാത്രം പോരാ, ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന ഒരു സമീപനത്തിലേക്ക് CPM പോലുള്ള പാർട്ടികൾ സ്വപ്നം കാണുന്നു. അപ്പം കേവലം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അങ്ങനെ സ്വപ്നം കണ്ട് അതൊക്കെ അംഗീകരിക്കുന്നു. വളരെ എവിടെയെല്ലാം തെലങ്കാന മുതൽ അല്ലെങ്കിൽ ബീഹാർ, UP തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇതെല്ലാം ബംഗാൾ, ത്രിപുര, തീർച്ചയാണ് അതൊക്കെ അംഗീകരിക്കുന്നു. അപ്പം എന്നിട്ട് ഇനി അടുത്തത് എവിടെയാണെന്നുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫലത്തിൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്തണം. അവർ മാർക്സ് ഏംഗൽസും പറഞ്ഞ, അതിൽ ലെനിനും പറഞ്ഞ കാര്യങ്ങളിലെല്ലാം പിടിച്ചേക്കുന്നത്. അതായിക്കോട്ടെ, തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്നത് അതവരുടെ അടിസ്ഥാന നയമാണ്. അത് ഇത് ചെയ്യണം. ഇന്ത്യയിലെ സാഹചര്യങ്ങളിൽ തൊഴിലാളി വർഗ സർവാധിപത്യം പൂർണ്ണമായും നടപ്പിലാവില്ല എന്ന് ബോധ്യമായി കഴിഞ്ഞ സാഹചര്യത്തിൽ തൊഴിലാളി വർഗ വിപ്ലവത്തിന് വേണ്ടി ഇവർ ഇനി നിലകൊണ്ടിട്ട് എന്താ കാര്യം? അല്ല ഞാൻ പറഞ്ഞ അത് മാത്രമല്ല, നമ്മുടെ ഭരണകൂടത്തെ അംഗീകരിക്കുകയും ഇന്ത്യൻ ഭരണകൂടത്തെ അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പതിവ് വരുമ്പോഴത്തേക്ക് അത് സ്വീകരിക്കാനാണ് വേണം, സ്വീകരിക്കണം. കാരണം എന്തുകൊണ്ടെന്നറിയാം, അത് രാജ്യം നൽകുന്നതാണ്, രാജ്യമാണ്, രാജ്യം, മൈ കൺട്രി എന്ന് പറഞ്ഞത്. നമ്മൾ ഇതെന്നറിയാം, ഇത് ആ ഒരു ഇന്ത്യൻനെസ്, ഭാരതീയ ഇതിനെയൊക്കെ നിഷേധിക്കുന്ന ഒരു പാർട്ടികളായതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ക്ലച്ച് പിടിക്കാതെ പോകുന്നത്. അത് എത്രയോ കാലം മുമ്പേ തിരിച്ചറിയേണ്ടതായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. ഒഴുക്കിനെതിരെ നീന്തുക, ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേകത ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കെതിരെ നീന്തുക എന്നുള്ളതല്ല. നിലവിലുള്ള ഈ സംവിധാനങ്ങളുടെ പരിമിതികൾ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേറ്റിൻ്റെ ഒരു അംഗീകാരം നേടിയെടുക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്റ്റേറ്റിന് കീഴടങ്ങുക എന്നുള്ളതാണ്. ആ സ്റ്റേറ്റിന് കീഴടങ്ങിയാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ, നിലവിലുള്ള ഈ വ്യവസ്ഥിതി കുറേ കൂടി അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ അങ്ങനെ സ്റ്റേറ്റിന്റെ അംഗീകാരം നേടിയെടുക്കുന്നതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ അംഗീകാരമാണ് നേടിയെടുക്കേണ്ടത്. അത് നേടിയെടുക്കാൻ കഴിയുന്നില്ല, അത് അംഗീകരിക്കുന്നു. ജനങ്ങളുടെ അംഗീകാരം നേടാൻ പരാജയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്റ്റേറ്റിന്റെ ഭാഗമായി ഭരിക്കുന്നവർ അവരെന്തെല്ലാം അവാർഡുകൾ ഏർപ്പെടുത്തുന്നു, അത് അവര് വാങ്ങുന്നുണ്ടോ? ആര് പറഞ്ഞു അവർ വാങ്ങുന്നില്ലെന്ന്? അവരുടെ ഈ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇവിടെ കൊടുത്ത അവാർഡുകൾ എടുത്തു. അവർ കൊടുക്കുന്നുണ്ട്. ആർക്കാ കൊടുക്കുന്നത്? അവര് കൊടുക്കുന്ന അവരുടെ നേതൃത്വത്തിലുള്ള പാർട്ടി നേതാക്കൾ. അങ്ങനെ ഒരു അവാർഡ് പ്രഖ്യാപനം ഇല്ലല്ലോ കേരളത്തിൽ. പക്ഷേ കേരളം ഇത് സംബന്ധിച്ച കേരള അവാർഡുകൾ സംബന്ധിച്ചായാലും അവര് തീരുമാനിക്കുന്ന അവരുടെ പക്ഷപാതം. അതെ, അത് ശരിയാണ്. അവർ തീരുമാനിക്കുന്ന അവരുടെ പക്ഷപാതപരമായ രീതിയിൽ. പക്ഷേ ഈ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി, ഇപ്പൊ ശ്രീ VS അച്യുതാനന്ദൻ, ആ രീതികളൊക്കെ മാറ്റേണ്ടതില്ല. അല്ല, അത് മാറ്റേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ VS എന്ന് പറയുന്ന വ്യക്തിയെ വളർത്തിയെടുത്തത്, VS ജനങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായി മാറിയതൊക്കെ ഒരു കൂട്ടം പ്രവർത്തകരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അങ്ങനെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഉയർന്നു വരുമ്പോൾ അവിടെ ഒരു വ്യക്തിയെ തെരഞ്ഞു പിടിച്ച് ഒരു അംഗീകാരം കൊടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, നിങ്ങൾ കാട് കാണുക, മരങ്ങൾ കാണുക. അവിടെ കാടിനെ മറന്ന് മരങ്ങൾ കാണുന്ന ഒരു രീതി, വ്യക്തികേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിലേക്ക് പാർട്ടികൾ പോകാതിരിക്കാൻ,
അപ്പൊ വ്യക്തി കേന്ദ്രീകൃതമായ ചില അല്ല ഇപ്പം ആസ്വാദനങ്ങൾ ഉണ്ടാകാതിരിക്കണമെന്നാകും. പക്ഷെ ഫലത്തിൽ അവാർഡുകൾ വ്യക്തികൾക്കല്ലേ കൊടുക്കുന്നത്, ഉള്ളൂ. അതാണ് പാർട്ടികൾക്കല്ലേ അതാണ് കൊടുക്കുന്നത്. പ്രശ്നം. അപ്പൊ അതുകൊണ്ട് വ്യക്തികൾക്ക് പക്ഷെ ഇവിടെ നമ്മൾ VS എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അംഗീകരിക്കാതിരുന്ന ആ മനുഷ്യൻ മരിച്ചപ്പോഴാണ് കേരളം അദ്ദേഹത്തോട് കാണിച്ച എന്താണ് വികാരം മനസ്സിലായത്. ആ വികാരം ഒരു പക്ഷേ രാജ്യം ആ വികാരത്തെ കണക്കിലെടുക്കുകയും അദ്ദേഹം സമൂഹത്തിന് നൽകിയ സേവനം കണക്കിലെടുക്കുകയും ഒരു അവാർഡ് കൊടുക്കുമ്പോൾ കൊടുക്കുന്നത് രാജ്യം കൊടുക്കുന്ന അവാർഡല്ല യഥാർത്ഥത്തിൽ. ഇത് സ്റ്റേറ്റ് അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിൽ നോക്കൂ. നമ്മൾ തന്നെ അനൗപചാരികമായി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, VS അച്യുതാനന്ദനും ഒപ്പം വെള്ളാപ്പള്ളി നടേശനും ഈ അംഗീകാരം എന്തിനു കൊടുത്തു എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഇതിന്റെ പിന്നിൽ വലിയ ചില കുരുക്കുകളുണ്ട്. പക്ഷേ ഈ അവാർഡ് കൊടുത്തതിനെ സംബന്ധിച്ച് ഞങ്ങൾ വേറൊരു ചർച്ച നടത്തുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഞാൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇടാകൂടത്തിലേക്ക് CPM-നെ എത്തിക്കുമ്പോൾ ഏതായാലും ബുദ്ധിപരമായി ഈ വിഷയത്തിൽ CPM ഔദ്യോഗികമായ അഭിപ്രായം പറഞ്ഞില്ല എന്നുള്ളതാണ് വലിയ വിജയകരം. അത് വലിയ മര്യാദ. കാര്യം VS അച്യുതാനന്ദൻ ജീവിച്ചിരുന്നപ്പോൾ വാങ്ങുമോ വാങ്ങാതിരിക്കുമോ എന്നുള്ളതല്ല, VS അച്യുതാനന്ദനല്ലോ വാങ്ങുന്നത്. പക്ഷേ ഇതൊക്കെ BJP ഒരുക്കുന്ന ഈ കുരുക്കുകളിൽ CPM പെട്ടുപോകുന്നതിന് മറ്റൊരു ദുരന്തം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നോക്കൂ, VS അച്യുതാനന്ദനെ പറ്റി ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം. പാർട്ടിയുടെ സമീപനത്തിന് വിരുദ്ധമായി ഇൻഡോ ചൈന യുദ്ധം നടക്കുമ്പോൾ ജയിലിൽ കിടക്കുന്ന VS അച്യുതാനന്ദൻ ഇന്ത്യൻ പട്ടാളക്കാർക്ക് രക്തം കൊടുത്ത ഒരു പ്രശ്നത്തിൽ അന്ന് പാർട്ടി എടുത്ത നിലപാട് VS-നെ താക്കീതിയിലായിരുന്നു. അങ്ങനെ ഒരു കഥ കൂടി VS-നുണ്ട്. അല്ല ഈ അവാർഡ് കൊടുത്തതിന്റെ പിന്നിൽ അതുകൂടെ പരിഗണനയായി കാണും. തീർച്ചയായും അതെ, അന്ന് ആ തീരുമാനം VS അച്യുതാനന്ദൻ എടുത്തത് ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ അവിടെ ഇന്ത്യക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാർക്ക് രക്തം കൊടുക്കുന്നതിൽ എന്താണ് തെറ്റെന്നുള്ള ന്യായമായിരുന്നു. പക്ഷെ പാർട്ടി എടുത്ത സമീപനം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം രണ്ട് രാജ്യങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ളതല്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അതിവൈകാരികമായ പ്രശ്നങ്ങളിലേക്ക് കടക്കാതെ നമ്മൾ അതിനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം, നിങ്ങൾ നിങ്ങളുടേതെന്നും അത് ചൈനയുടെ ആ നിലപാട്. പക്ഷെ ആ നിലപാടിന്റെ പിന്നിലുള്ള വസ്തുത എന്താണെന്നുള്ളത് നമുക്ക് ചെയ്തു. ഇതെല്ലാം VS-ന്റെ ട്രാക്ക് റെക്കോർഡിൽ കിടക്കുന്നത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ മോദി ഗവൺമെന്റ് അദ്ദേഹത്തിന് ഈ അവാർഡ് കൊടുത്തത്. പക്ഷെ അദ്ദേഹം സ്വീകരിക്കാനില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ പറയാം, VS ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ അവാർഡ് ഒരിക്കലും വാങ്ങാൻ പോകുന്നില്ല.